ജർമ്മനിയിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. എറണാകുളം വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന 7 സ്പൈസ് ആൻഡ് റൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കേസെടുത്ത് നാളുകൾ കഴിഞ്ഞിട്ടും സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ജർമ്മനിയിൽ സൂപ്പർമാർക്കറ്റിൽ ജോലി അല്ലെങ്കിൽ ജർമ്മനിയിലെ സമ്പന്ന മലയാളി കുടുംബത്തിൽ കെയർടേക്കർ അവസരം. ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയാണ് എറണാകുളം വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന 7 സ്പൈസ് ആൻഡ് റൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനം ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത്. ഉയർന്ന ശമ്പളമാണ് വാഗ്ദാനം ചെയ്തത്. വിസയ്ക്കായി മാത്രം 7.5 ലക്ഷത്തിലധികം രൂപ നൽകണം. മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിലും ഇവരിൽ നിന്ന് വൻതുക തട്ടിയെടുത്തു. 3 മാസത്തിലുള്ള കയറ്റിവിടാമെന്ന് പറഞ്ഞിട്ടാണ് പേയ്മെന്റ് മേടിക്കുന്നത്. പക്ഷേ ഇവര് 3 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവര് എന്നെ മെഡിക്കലിന് വിട്ടു. മെഡിക്കലിന് വിട്ടിട്ട് ഇവരൊരു മധുരയിലൊരു ചായക്കടയുടെ ഉള്ളിലാണ് മെഡിക്കൽ എടുക്കുന്നത് തന്നെ. ഈ മെഡിക്കൽ എടുത്തിട്ട് ഇവർ നമ്മുടെ ഫെയിലാന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നു. ഈ ഷാൻ സുലൈമാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് മെഡിക്കൽ ഫെയിലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു 2.5 ലക്ഷം രൂപയുടെ മെഡിക്കലിൻ്റെ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ 2.5 ലക്ഷം രൂപ അഡീഷണൽ. ആദ്യം എൻ്റെ ഇത് 3.5 ലക്ഷം രൂപയാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് 2.5 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്താലാണ് കയറി പോകാൻ പറ്റുള്ളൂ. നിങ്ങളത് പൈസ അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റും. ചിന്തിച്ച് നിന്നാൽ നമ്മൾ മുടക്കിയ പൈസ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ എന്നെ കൊണ്ട് 2.5 ലക്ഷം രൂപ ഉണ്ടാക്കി അവർ കൈപ്പറ്റി. അക്കൗണ്ട് വഴിയാണ് എല്ലാ പൈസയും കൈപ്പറ്റിയത്. കൊല്ലം സ്വദേശി ഷാൻ സുലൈമാൻ, മൂവാറ്റുപുഴ സ്വദേശിനി ഷൈനി മാത്യു എന്നിവരായിരുന്നു സ്ഥാപന ഉടമകൾ. പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ഇല്ലാതായതോടെ ഇവർ പോലീസിൽ പരാതി നൽകി. ഏകദേശം 7.5 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ വീടും അമ്മയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ വീട് ജപ്തിയായി. അതുവരെ ഞാൻ ഇവനെ അയച്ചു കൊടുത്തിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട്. ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. 2.5 വർഷമായി. ഇതിനിടെ സമാനമായ മറ്റൊരു കേസിൽ ഷൈനി മാത്യു മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഷൈനി മാത്യു ഒളിവിൽ പോയി. പരാതികൾ വന്നതോടെ വൈറ്റിലയിലെ സ്ഥാപനം പൂട്ടുകയും ചെയ്തു. ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മരട് പോലീസ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് DGPക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. പണയം വെച്ചും കടം വാങ്ങിയും നൽകിയ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന ആശങ്കയുമായി പെരുവഴിയിൽ അലയുകയാണ് ഈ യുവാക്കൾ. ജനം, കൊച്ചി.